അതാണ് ദിവിഷ് ഇപ്പോൾ നമ്മൾ കണ്ട പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ദുരന്തബാധിതരല്ലാതെ ഇപ്പുറത്ത് ബെയിലി പാലത്തിന് ഇപ്പുറത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് തുടക്കത്തിൽ ഈ വേതനം കിട്ടിയിരുന്നു, ദിവസവേതനം കിട്ടിയിരുന്നു. അത് റവന്യൂ അധികൃതർ പിന്നീട് അവരെയൊക്കെ ഒഴിവാക്കി ദുരന്തബാധിതർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. അതിലുള്ള പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ ഈ ആളുകൾ ഉയർത്തുന്നത്. അത് ചെയ്തത് വില്ലേജ് ഓഫീസർ ആണ് എന്നുള്ളതാണ് ആളുകളുടെ പ്രതിഷേധത്തിന് ഒരു പ്രധാന കാരണം. അവിടെ അവർ പറഞ്ഞത് അധികൃതർ ആരും എത്തിയിട്ടില്ല എന്നാണ്. പക്ഷെ വില്ലേജ് ഓഫീസർ അവിടേക്ക് എത്തുമ്പോൾ ഈ പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അധികൃതർക്ക് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക? ഇനിയിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ADMO തഹസിൽദാരോ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വില്ലേജ് ഓഫീസർക്കെതിരെയുള്ള രോഷം കുറച്ച് ദിവസമായുള്ള ഈ പ്രശ്നത്തിന്റെ ഭാഗമാണ്. ഈ ദിവസവേതന ലിസ്റ്റിൽ നിന്ന് നേരിട്ട് ദുരന്തം, അതായത് അപ്പുറത്തുള്ള മുണ്ടക്കയിലും ഈ സ്കൂൾ റോഡിലും അല്ലാതെ ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ, അവർക്ക് നേരത്തെ ഈ 300 രൂപ ഡെയിലി വേതനം കിട്ടിയിരുന്നു. അത് ഒഴിവാക്കി ഈ കഴിഞ്ഞ മാസങ്ങളിൽ മുതൽ അതിലുള്ള പ്രതിഷേധമാണ് കൂടുതലായും വില്ലേജ് ഓഫീസർക്കെതിരെ ഉയരുന്നത്. അതാണ് നമ്മൾ കണ്ടത്. അത്രയും വലിയ രോഷം വില്ലേജ് ഓഫീസർക്കെതിരെ ഉണ്ടാകാനുള്ള കാരണം ഈ ദിനബത്ത മുടക്കിയതാണ്. ആളുകൾ പറയുന്നത് ദിനബത്ത ഒഴിവാക്കിയത് കൊണ്ടാണ് ഈ തൊഴിലാളികൾക്ക് പണിക്ക് പോകേണ്ടി വന്നത് എന്നാണ്. മാത്രമല്ല ഈ ആരിസന്റെ തൊഴിലാളികളൊക്കെ പാടികളിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് മറ്റ് സഹായങ്ങളൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ പുനരധിവാസ പട്ടികയിൽ ഇല്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങൾ എവിടെ നിന്ന് പണിക്ക് വന്നതാ? മലയാളം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാരും ആസാമാരാണ്. നിങ്ങൾ എവിടുന്ന? ആസാമിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികളാണ്. ആരിസൺ മലയാളത്തിന്റെ താൽക്കാലിക തൊഴിലാളികളാണ് ഈ ട്രാക്ടറിലൊക്കെ മടങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും കനത്ത മഴ പെയ്യുമ്പോൾ ഈ തോട്ടം ഉടമകൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ളത് ഒരു കാര്യമായി തന്നെ പറയേണ്ടി വരും. കാരണം ഇവർ ഇന്ന് രാവിലെ ഈ ജോലിക്ക് പോകുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു. മാധു.